നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നേപ്പാൾ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യത്ത് EV അഡാപ്ഷൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. ടെസ്ലയൊക്കെയാണ് റോഡിൽ കൂടെ പോകുന്നതാണ്. നമ്മൾ ഞെട്ടിപ്പോകും. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നി. ഇപ്പോൾ അത്രയും ഇപ്പോൾ അവിടെ ഇറങ്ങുന്ന ഒരു 100% വണ്ടികൾ അവിടെ ഇറങ്ങുന്നതിൽ അതിനകത്തൊരു 85% EV വാറിൻ്റെ ടൈമായിരുന്നു. അതെങ്ങനെയെങ്കിലുമൊക്കെ എഫക്ട് ചെയ്തായിരുന്നോ? നേപ്പാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇന്ത്യൻ പോലീസ് നമ്മളെ ചെക്ക് ചെയ്ത് എന്തിനാണെന്ന് മനസ്സിലായി. ഒരു പോകുന്ന സമയത്ത് വാർ ആദ്യം ഈ മിഷനൊക്കെ നടക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ കാണുമായിരുന്നു, ഈ ജെറ്റ് ഇങ്ങനെ മുകളിൽ കൂടെ പറന്നു പോകുന്ന കാണുമായിരുന്നു. അപ്പം ന്യൂസിലൊന്നും വന്നിട്ടില്ല. ഇതിനു വേണ്ടിയാണ് സംഭവം, ഇതിൻ്റെ ആവശ്യത്തിനാണോ എന്നും അറിയില്ല. പിന്നീടാണ് അറിഞ്ഞത് വാർ സംഭവം ഇതിലേക്ക് മാറുകയാണെന്നുള്ളത്. ഈ ഒരു ഹൈദരാബാദ് വരെ സൗത്ത് കഴിഞ്ഞ് അവിടുന്ന് ഇപ്പോൾ വാരണാസി എത്തി, ആ ഒരു ഡ്രൈവിംഗ് കൾച്ചറിൽ അല്ലെങ്കിൽ ആ റോഡുകളുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ കൾച്ചർ കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു എനിക്ക്. അധികം ആൾക്കാർ ഹോൺ അടിക്കുന്നില്ല, അനാവശ്യമായിട്ടുള്ള ഓവർടേക്ക് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങൾ ബെറ്ററാണ് കേരളത്തിൽ നിന്ന് തോന്നി. രാത്രിയാണെങ്കിലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർടേക്ക് ചെയ്യുന്നു, ലോറി ഓപ്പോസിറ്റ് വരുന്നു, വണ്ടികൾക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. അത് നമ്മളെ കുറച്ച് പേടിപ്പിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്കോർപ്പിയോ അത് ഇതൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, നമ്പർ ഫ്രണ്ടിലും ബാക്കിലും ഇല്ല. ലോറികൾക്ക് നമ്പർ അവർ കവർ ചെയ്ത് വെച്ചേക്കുന്നു. അതൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാത്തൊരു കാഴ്ച. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് നൈറ്റ് കുറച്ച് ടെൻഷനായി, എന്താ ഇവരിങ്ങനെ നടക്കുന്നത് എന്നുള്ളൊരു ടെൻഷൻ തോന്നി. അതല്ലാണ്ട് വേറെ അങ്ങനെ നമ്മളധികം ആൾക്കാരായിട്ട് അങ്ങനെ ഇടപഴകാൻ വേണ്ടി പോയിട്ടില്ല. നമ്മുടെ കാര്യം നോക്കി പോയതുകൊണ്ട് അങ്ങനെ പ്രശ്നം പറ്റിയില്ല. ഗോയിസിയെ നേപ്പാളിൽ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ കൊച്ചി ടു കാഠ്മണ്ഡു ഡ്രൈവ് കഴിഞ്ഞിട്ട് EV ഡ്രൈവ് കഴിഞ്ഞിട്ട് യാസിൻ എത്തിയിട്ടുണ്ട്. യാസിൻ്റെ കൂടെ നമ്മുടെ 2 കൊളീഗ്സ് കൂടെ പോയിരുന്നു, ഉണ്ണിച്ചേട്ടനും യദുവും. അവർ രണ്ടുപേരും നേപ്പാളിൽ തന്നെയാണ് ഗോയിസിയുടെ ഭാഗമായിട്ട്. അപ്പോൾ തിരിച്ചെത്തിയ യാസിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, കുറച്ച് ഡീറ്റെയിൽസ് അറിയാം, കുറച്ച് എക്സൈറ്റിംഗ് ന്യൂസുകൾ പറയാം. അതിനു മുമ്പ് യാസിൻ, വെൽക്കം ടു ഗോയിസി ടോക്സ്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഇതൊരു വീഡിയോ ആയിരുന്നു? അല്ല, ഇത് ഒറിജിനൽ വീഡിയോ ആണ്. ശരിക്കും കൊച്ചി ടു കാഠ്മണ്ഡു വരെ പോയോ? കൊച്ചി ടു കാഠ്മണ്ഡു വരെ പോയെന്ന് മാത്രമല്ല, അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്തു. എങ്ങനെയായിരുന്നു തുടക്കം? എങ്ങനെയായിരുന്നു റൂട്ട്? നമ്മൾ എങ്ങനെയാണ് ഈ പരിപാടിയുടെ ഒരു പ്ലാനിങ് ചെയ്തത്? ആക്ച്വലി ഇതെൻ്റെ പ്ലാനുള്ളൊരു പരിപാടിയല്ലായിരുന്നു. ആദ്യം ഒരു ഹിമാലയൻ റേഞ്ചസ് അടിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ക്രോസ് കൺട്രി ഡ്രൈവ് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. അത് നേപ്പാൾ, വേറൊരു രാജ്യത്തേക്ക് ഇലക്ട്രിക് കാറിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈം ബീയിങ്ങിൽ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നി. അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഗോയിസിയുടെ സപ്പോർട്ടും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിത്തിരിക്കാം എന്നുള്ള പ്ലാനായിരുന്നു. നമ്മൾ പോയ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂരിൽ നിന്ന് മധ്യപ്രദേശ് ജബൽപൂരിൽ സ്റ്റേ എടുത്തിട്ട് പ്രയാഗ്രാജ്, വാരണാസിയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഡ്രൈവായിരുന്നു. ബീഹാർ, ബോധ്ഗയൊക്കെ പോയി നേപ്പാളിലേക്ക് കയറുന്നൊരു ഡ്രൈവായിരുന്നു. അറൗണ്ട് 10-12 ഡേയ്സ് എടുത്തു നമുക്ക് റീച്ച് ആവാൻ വേണ്ടി. അത് ഇലക്ട്രിക് കാറിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയല്ല, നമ്മൾ എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡ്രൈവ് പിടിച്ച് പോയത്. നമ്മൾ വാരണാസിയിൽ തന്നെ 3 ദിവസം, പ്രയാഗ്രാജിൽ 1 ദിവസം, ജബൽപൂരൊക്കെ 2 ദിവസമൊക്കെ നിന്ന് അങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഒരു എക്സ്പ്ലോറിങ് മൂഡിലായിരുന്നു നമ്മൾ നേപ്പാളെത്തിയത്. നേപ്പാൾ നമ്മൾ കുറേ ഇലക്ട്രിക് കാറിൽ എക്സ്പ്ലോർ ചെയ്തു. നേപ്പാളിലെ വിശേഷങ്ങൾ കുറേ പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ മതിയായി തിരിച്ച് നാട്ടിലെത്തണം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നാട്ടിൽ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് റഷിലാണ് തിരിച്ചു വന്നത്. അങ്ങനെ റഷിൽ തിരിച്ചു വന്നിട്ടും നമ്മൾ 2 ദിവസം സ്റ്റേ എടുത്തിട്ടാണ് വന്നത്. 2 ദിവസം സ്റ്റേയിലെടുത്തിട്ടാണ് 10 ദിവസം കൊണ്ട് കവർ ചെയ്ത 10-12 ദിവസം കൊണ്ട് കവർ ചെയ്ത ജേണി നമ്മൾ തിരിച്ച് 3 ദിവസം കൊണ്ട് അർജൻറ്റായിട്ട് EVയിൽ തിരിച്ച് നാട്ടിലെത്തുകയും ചെയ്തു. എനിക്ക് തോന്നിയിട്ട് ഞാൻ തന്നെ ഒന്ന് യാസിനെ വിളിച്ചതല്ലേ ഈ നേപ്പാൾ ട്രിപ്പിൻ്റെ കാര്യം? അതെ. നമ്മൾ ഈ നേപ്പാളിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഗോയിസിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നേപ്പാളിലൊരു യാത്ര, അങ്ങനൊരു ചാലഞ്ച് ടേക്കപ്പ് ചെയ്യാനുള്ളൊരു പരിപാടി സംസാരിക്കുമ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് മനസ്സിൽ? കൊള്ളാലോ പരിപാടി, ചെയ്തേക്കാന്നുള്ളൊരു മൂഡ് തന്നെയായിരുന്നു. കാരണം ആക്ച്വലി നേപ്പാൾ എന്ന് പറഞ്ഞത് മനസ്സിലില്ലായിരുന്നു. നേപ്പാളിൻ്റെ സൈഡിലേക്ക് ചാർജേഴ്സ് ഉണ്ടെന്നോ, ആ ഏരിയയിൽ ചാർജർ അവൈലബിൾ ആയിരിക്കുമെന്നോ. പിന്നെ ഈ ക്രോസ് കൺട്രിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വണ്ടിക്ക് പേപ്പേഴ്സ്, കാര്യങ്ങൾ, പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അതുകൊണ്ട് ആ ചടങ്ങിലേക്ക് പേഴ്സണലി എനിക്ക് എടുക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ലഡാക്ക് സൈഡിലേക്ക് നോക്കിയത്. അതാകുമ്പോൾ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്, പോകാം, ഈസി ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയി. ഒരു വണ്ടിയും കൊണ്ട് ഒരു ക്രോസ് കൺട്രി പോവുക, അതൊരു EVയും കൊണ്ട് പോകുക എന്നുള്ളതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയായിരുന്നു. നമുക്ക് യാത്ര തുടങ്ങാം. നമുക്ക് സെഗ്മെൻ്റായിട്ട് പോവാം. സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ആദ്യത്തെ ദിവസം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ദിവസം നമുക്ക് ബാംഗ്ലൂർ പിടിക്കായിരുന്നു. ബാംഗ്ലൂരല്ല, അതിൻ്റെ അപ്പുറം വേണമെങ്കിലും പിടിക്കായിരുന്നു. പക്ഷേ നമ്മൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. നമ്മുടെ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ചെക്കപ്പ്, സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫ്ലാഗ് ഓഫ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് നമ്മൾ നൈറ്റ് നമുക്ക് ഓടിക്കായിരുന്നു. പക്ഷേ നമുക്ക് വീഡിയോസും കാര്യങ്ങളെല്ലാം കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ ദിവസമല്ലേ നമ്മൾ അവിടെ നിന്ന് ട്രാവൽ ലോഞ്ചിൽ സ്റ്റേ ചെയ്തിട്ട് പോകാമെന്നാണ് കരുതിയത്. ആദ്യത്തെ ദിവസം വാളയാറായിരുന്നു സ്റ്റേ ചെയ്തത്. വാളയാർ സ്റ്റേ ചെയ്തിട്ട് നേരെ ബാംഗ്ലൂർ സൈഡിലേക്കാണ് പോയത്. ആക്ച്വലി ബാംഗ്ലൂർ കുറേ
ടൈംസ് നമ്മൾ കർവിലാണെങ്കിലും അതുപോലെ വേറെ ഇ വിയിലാണെങ്കിലും വിൻസറിലൊക്കെ ഞാൻ കുറേ പ്രാവശ്യം കവർ ചെയ്തിട്ടുണ്ട്, ടിയാഗോയിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ അറിയാം, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ അത്ര സോർട്ടഡ് ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വലിയ പ്ലാനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ട്രിപ്പിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഫ്ലോയിലാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ബാംഗ്ലൂർ വരെ ഓരോ 30 കിലോമീറ്ററിൽ അല്ലെങ്കിൽ 20 കിലോമീറ്ററിൽ ഏതെങ്കിലും ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഹൈദരാബാദ് നേരെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റേ എടുത്തു. നെക്സ്റ്റ് ഡേ നമ്മൾ നമ്മുടെ ഗോയിസിയുടെ GT മോളിലുള്ള ചാർജിങ് സ്റ്റേഷനിൽ നിന്നാണ് ചാർജ് ചെയ്തത്. ആ ചാർജ് ചെയ്യുന്ന സമയത്ത് അത് നല്ല അത്യാവശ്യം 120 കിലോവാട്ട് ചാർജറായിരുന്നു തോന്നുന്നു. അതിപ്പോൾ കണക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് GT മോളിൽ ഒന്ന് ജസ്റ്റ് ഷോപ്പ് ചെയ്ത് തിരിച്ചു വന്നപ്പോഴേക്ക് ഫുൾ ചാർജ് ആയി. പിന്നെ നേരെ ഹൈദരാബാദ് സൈഡിലേക്ക് പോകുമായിരുന്നു. ഹൈദരാബാദ് പോണതിൻ്റെ ഇടയിലും ഏതൊരു ചാർജർ കിട്ടി. ആ റൂട്ടിലും ചാർജേഴ്സ് സോർട്ടഡ് ആണ്. സൗത്ത് ഇന്ത്യ ആക്ച്വലി ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ വെൽ ഡെവലപ്ഡ് ആണ്. കാരണം അത്രമാത്രം വണ്ടികൾ സൗത്ത് ഇന്ത്യയിൽ ഇറങ്ങുന്നത് കൊണ്ടായിരിക്കും. ഇല്ല, ഹൈദരാബാദ് വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഹൈദരാബാദൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ചാർജർ തന്നെയാണ്. ഒരു IT ഹബ് ആയതുകൊണ്ട് തന്നെ അത്ര ആൾക്കാർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ചാർജസ് ഉണ്ടായിരുന്നു. നമ്മൾ ഹൈദരാബാദും നമ്മൾ ലുലുവിൽ ഗോയിസിയുടെ ചാർജറാണ് യൂസ് ചെയ്തത്. അവിടെയും ചാർജ് ചെയ്തിട്ട് പിന്നെ നാഗ്പൂർ സൈഡിലേക്ക് നീങ്ങായിരുന്നു. എനിക്കോട് അവിടുന്ന് നമ്മൾ ജബൽപൂർ, പ്രയാഗ്രാജ്, വാരണാസി, ഇതാണ് നമ്മുടെ അടുത്ത റൂട്ട്. അതെ അതെ. അതിലൊരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിലൊരു ആങ്സൈറ്റി പീരീഡ് ഉണ്ടായിരുന്നു. ചാർജിൻ്റെ അത്ര സോർട്ടഡ് ആണെന്നുള്ളൊരു സംശയമുണ്ട്. അതൊരു പോയിട്ടുണ്ടോ അതിന് മുമ്പ്? ഇല്ല, പോയിട്ടില്ല. നോർത്ത് സൈഡിൽ ചാർജിങ് കുറച്ച് പ്രോബ്ലംസ് വരാം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ നമ്മൾ 3 പേരുണ്ടല്ലോ, എന്തെങ്കിലും മാനേജ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ഹൈദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നാഗ്പൂർ വരെയും നമുക്കങ്ങനെ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചാർജേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ചാർജ് ചെയ്യാൻ പോവുക. നമ്മൾ മധ്യപ്രദേശിലും ചാർജസ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ നമുക്ക് മധ്യപ്രദേശിൽ നമ്മൾ Airbnb ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ Airbnbയിൽ നിൽക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലോ ചാർജ് ചെയ്യാം. നമ്മൾ രാത്രി എത്തി നമ്മുടെ കയ്യിലൊരു ലെങ്ത് ഉള്ള എക്സ്റ്റൻഷൻ കണക്ടർ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം 3ാമത്തെ നിലയാണെങ്കിലും നമ്മൾ വലിച്ച് ചാർജ് ചെയ്യാനുള്ള അവൈലബിലിറ്റിയും കപ്പാസിറ്റി നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ കുത്തി കണക്ട് ചെയ്ത് ചാർജ് ചെയ്യും. അപ്പം ഒരു ഓവർനൈറ്റ് അത് ചാർജായി ഫുള്ളായി കഴിയുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് ചാർജിങ്ങിന് വേണ്ടി എക്സ്ട്രാ ടൈം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഡ്രൈവ് പോകുന്ന ഒരു ലഞ്ചിൻ്റെ സമയത്ത് ഏതെങ്കിലും കിട്ടും 400, 300, നമ്മൾ 420, 430 കിലോമീറ്ററാണ് റേഞ്ച് നമുക്ക് ഈ റോഡുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിലും കൂടുതൽ വേണമെങ്കിൽ കിട്ടാം, പക്ഷെ നമുക്ക് അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാൻ വയ്യ. പിന്നെ ഡ്രൈവർ അങ്ങനെ എപ്പോഴും ഡിലേ ചെയ്ത് ഓടിക്കാൻ വയ്യ. പിന്നെ 3 പേരുണ്ട്, അത്യാവശ്യം നല്ല ലഗേജും ഉണ്ട് വണ്ടിയിൽ, 3 പേരുടെ ലഗേജും. അപ്പോൾ അത്യാവശ്യം വണ്ടി കുറച്ച് എനർജി യൂസ് ചെയ്ത് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ഒരു 400, 420 കിലോമീറ്ററാണ് റേഞ്ച് കിട്ടുന്നത്. നമ്മളെന്നാലും ഒരു 350, 320 കിലോമീറ്റേഴ്സിൽ ചാർജ് ചെയ്യും. കാരണം 20% താഴേക്ക് പോകണ്ട എന്നുള്ളൊരു പ്ലാനില്ല. ഡെയിലി ഒരു 600 കിലോമീറ്റേഴ്സ് കവർ ചെയ്യുമ്പം ഒരു ചാർജിങ് ഇടയ്ക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. Airbnb നമ്മൾ ഫുൾ ചാർജ് ചെയ്യും, ഇതിൻ്റെ ഇടയിൽ ഒരു ചാർജ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് യാത്ര പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് പിന്നെ ജബൽപൂരൊക്കെ നമ്മൾ Airbnb എടുത്താണ് ചാർജ് ചെയ്തത്. പ്രയാഗ്രാജ്, വാരണാസി അല്ലേ? ജബൽപൂർ നമുക്ക് നേരെ വാരണാസി പോകുമായിരുന്നു. പിന്നെ പ്രയാഗ്രാജ് എക്സ്പ്ലോർ ചെയ്യണം, പ്രയാഗ്രാജിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുള്ളതാണ് നമ്മൾ പ്രയാഗ്രാജ് പോയിട്ട്. ലോങ് സ്റ്റേ എവിടെയൊക്കെ ചെയ്തേ? ഞങ്ങൾ ജബൽപൂർ എത്തിയപ്പം ഒരു ദിവസം 2 ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത്, ഒരു ദിവസം എക്സ്ട്രാ സ്റ്റേ ചെയ്ത് അവിടെ കുറച്ച് കാണാനൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ അങ്ങനെ പോയി. അല്ലാതെ പിന്നെ പ്രയാഗ്രാജ് ഒരു ദിവസം സ്റ്റേ ചെയ്ത്, വാരണാസിയാണ് നമ്മൾ 3 ദിവസം സ്റ്റേ ചെയ്തത്. വാറിൻ്റെ ടൈമായിരുന്നു അത്. അതെങ്ങനെയെങ്കിലുമൊക്കെ എഫക്ട് ചെയ്തായിരുന്നോ? അങ്ങനെ എഫക്റ്റ് ചെയ്തില്ല. നമ്മൾ ജബൽപൂർ എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഏരിയ. ജബൽപൂർ പോകുന്ന സമയത്ത് ഈ വാർ ആദ്യം ഈ മിഷനൊക്കെ നടക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ കാണുമായിരുന്നു, ഈ ജെറ്റ് ഇങ്ങനെ മുകളിൽ കൂടെ പറന്നു പോകുന്ന കാണുമായിരുന്നു. അപ്പം ന്യൂസിലൊന്നും വന്നിട്ടില്ല. ഇതിന് വേണ്ടിയാണ് സംഭവം, ഇതിൻ്റെ ആവശ്യത്തിനാണോ എന്നും അറിയില്ല. ഇങ്ങനെ ജെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കണ്ടപ്പം ഒരത്ഭുതം തോന്നി 2 വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. പിന്നീടാണ് പറഞ്ഞത് വാർ സംഭവം ഇതിലേക്ക് മാറുകയാണെന്നുള്ളത്. അത് നമ്മൾ ഈ ഡ്രൈവിൽ എഫക്റ്റ് ചെയ്തില്ല. കാരണം കാശ്മീർ സൈഡ് നിന്ന് മാറി ഇപ്പുറത്തൊരു സൈഡിലാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ന്യൂസിലും മീഡിയയിൽ കാണുന്ന മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് അവിടെ അങ്ങനെ കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ നേപ്പാൾ വരെ പോയിട്ട് നമ്മുടെ വണ്ടിയൊന്നും ഒരു പോലീസുകാർ പോലും കൈ കാണിച്ച് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നേപ്പാൾ ബോർഡറിൽ മാത്രം, നേപ്പാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇന്ത്യൻ പോലീസ് നമ്മളെ ചെക്ക് ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലായില്ല. തിരിച്ചു വന്നപ്പോൾ ചെക്ക് ചെയ്തുമില്ല, നേപ്പാൾ ചെക്ക് ചെയ്തുമില്ല. അങ്ങോട്ട് പോകുമ്പോൾ അവർ ഞങ്ങളെ ഇതൊക്കെ അയച്ച് മറ്റേ ലഗേജൊക്കെ എടുത്ത് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. തിരിച്ചു വന്നപ്പോൾ ചെക്കിങ് ഉണ്ടായിരുന്നില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ പ്രോബ്ലം ഇല്ലായിരുന്നു.
എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കിയാലേ പറ്റും എന്തെങ്കിലും ലോക്കൽ എക്സിസ്റ്റിംഗ് നല്ല ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്ന്. ഈ ഒരു ഇപ്പോൾ ഹൈദരാബാദ് വരെ സൗത്ത് കഴിഞ്ഞു, അവിടുന്ന് ഇപ്പോൾ വാരണാസി എത്തി, ആ ഒരു ഡ്രൈവിംഗ് കൾച്ചറിൽ അല്ലെങ്കിൽ ആ റോഡുകളുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ കൾച്ചർ കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു എനിക്ക്. അധികം ആൾക്കാർ ഹോൺ അടിക്കുന്നില്ല, അനാവശ്യമായിട്ടുള്ള ഓവർടേക്ക് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങൾ ബെറ്ററാണ് കേരളത്തിൽ നിന്ന് തോന്നി. മേ ബി കേരളത്തിലിരിക്കുമ്പോൾ നമുക്ക് കേരളത്തിന് കുറ്റം പറയാം, പക്ഷേ കേരളത്തിലേക്ക് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കേരളത്തിൽ നല്ലതായിട്ട് തോന്നി. തമിഴ്നാടെത്തി ഇപ്പം കേരളത്തിലെ റോഡ് മോശമാണ്, കുറച്ച് നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യത്തെ ബ്ലോക്ക് കിട്ടിയ ചാലക്കുടിയാണ്, പിന്നെ കിട്ടിയത് നേപ്പാളിലാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെയും ബ്ലോക്കിൽ നമ്മൾ കിട്ടിയിട്ടില്ല. തിരിച്ചു വരുന്ന വഴി നമുക്ക് ചാലക്കുടി മാത്രമേ ബ്ലോക്ക് കിട്ടിയുള്ളൂ. ബ്ലോക്കിൻ്റെ കാര്യത്തിലും റോഡിൻ്റെ കാര്യത്തിലുമൊക്കെ നമ്മൾ അത്രയും ഡെൻസറായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ റോഡ് അത്രമാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അതിൻ്റേതായിട്ടുള്ള വണ്ടികൾ റോഡിലുള്ളത് കൊണ്ടും അതിൻ്റെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് അനുഭവപ്പെട്ടു. തമിഴ്നാട് കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ, റോഡ് അത്രയും വെൽ ഡെവലപ്ഡ് ആണ്. അത്ര സയൻറ്റിഫിക്കലി വെൽ ഡെവലപ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. കോർണേഴ്സിലൊക്കെ മരങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ആൾക്കാർ ക്രോസ് ചെയ്യുന്നതൊക്കെ കുറച്ചും കൂടെ നമ്മൾ കോഷ്യസ് ആയിട്ട് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബട്ട് പീസ്ഫുൾ ആയിരുന്നു. കർണാടക, ബാംഗ്ലൂർ നമുക്ക് കുറച്ച് ബ്ലോക്ക് കിട്ടി, എന്നാലും വലിയ സീനില്ലായിരുന്നു. നമ്മൾ അത്രയും ടൗണിലേക്ക് പോകാത്തതുകൊണ്ട് നമ്മൾ കവറപ്പ് ചെയ്ത് അങ്ങനെ പോയി. കൾച്ചർ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം സ്പീഡ് വേ കൂടെ നമ്മുടെ ലോറി പോകുന്നതും അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഓപ്പോസിറ്റ് സൈഡ് എത്തിയിട്ടില്ല, ബാംഗ്ലൂരിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊന്നും വന്നിട്ടില്ല. സ്പീഡ് വേ കൂടെ വണ്ടി പോകുന്നുണ്ട്. ബട്ട് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മൾ അത്രമാത്രം എഫക്ട് ചെയ്യുന്നില്ല. നമ്മൾ ഓപ്പോസിറ്റ് വണ്ടി അത് നമ്മൾ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നമ്മളിങ്ങനെ സ്പീഡിൽ പോകുന്നതിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റ് ലോറി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വരുന്നതൊക്കെ, സൈക്കിള് ബൈക്കും വരുന്നത് പോലെ വരുന്നു. ബസ്സുകാരും ഓപ്പോസിറ്റാണ് വരുന്നത്, ബൈക്കുകാരും ഓപ്പോസിറ്റാണ് വരുന്നത്. അങ്ങനെ ഒരു ഡ്രൈവിംഗ് കൾച്ചർ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തത് എനിക്ക് UP സൈഡിലായിരുന്നു. അത്യാവശ്യം UP കുറിച്ച് അധികം പറയാത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു കേസ് കൊടുക്കുന്ന ഒരു വീഡിയോയുടെ അടിയിൽ പറഞ്ഞു, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ കൂടുതലാണ്. ഞാൻ എൻ്റെ വീഡിയോസിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഹൈവേ കൂടെ സമാധാനമായിട്ട് പോകുമ്പം 80-100 കിലോമീറ്ററിൽ ഓപ്പോസിറ്റ് വരും. അതും ബ്ലൈൻഡ് കേവിലൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ അനാവശ്യമായിട്ടുള്ള ഹോണടി, വെറുതെ ആൾക്കാർ വണ്ടി റോഡിൽ ആരും വണ്ടി ഇല്ലെങ്കിൽ പോലും ചുമ്മാ ഹോണും പിടിച്ചാണ് ചിലർ ഓടിക്കുന്നത്. ബൈക്കാരിങ്ങനെ ഞെക്കി അവർക്കൊരു ഹരാണെന്ന് തോന്നുന്നു. ഭയങ്കര ഹോണടി ഭയങ്കര കൂടുതലാണ്. വാരണാസി സൈഡിലൊക്കെ കയറിയപ്പോൾ നമുക്കിങ്ങനെ ഹോണടി കേട്ട് നമുക്ക് പ്രാന്താവുന്ന രീതിയിൽ ഹോണടി ഫീൽ ചെയ്തു. ബീഹാറിനെ കുറിച്ചും കുറച്ച് ഡേഞ്ചറസ് ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞത്. ബീഹാറിൽ ഇങ്ങനെ വണ്ടി നിർത്തരുത്, രാത്രി ട്രാവൽ ചെയ്യരുത്, അങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞു. പക്ഷേ ബീഹാർ എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. UP ആണ് എനിക്ക് കുറച്ച്. UP MP സൈഡ്, MP ബോർഡർ കഴിഞ്ഞ് MP സൈഡ് മധ്യപ്രദേശ് പകുതിയായി കഴിഞ്ഞാൽ UP സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി. റോഡ് ചില സ്ഥലത്ത് നാരോ ആവുന്നുണ്ട്, കുറേ പേര് ആക്സിഡൻ്റൊക്കെ പറ്റി സൈഡിൽ കിടപ്പുണ്ട്, ആരും നോക്കുന്നില്ല. കുറച്ച് ടെറിഫിക് ആയിരുന്നു. നമ്മൾ നൈറ്റാണ് ഇച്ചിരി ഇച്ചിരി ചാർജിങ്ങിൻ്റെ ഒരു പ്രശ്നം നമുക്ക് പറ്റിയായിരുന്നു. അപ്പം നൈറ്റ് പോയ സമയത്ത് നമുക്ക് അത് നല്ല രീതിയിൽ, രാത്രിയാണെങ്കിലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർടേക്ക് ചെയ്യുന്നു, ലോറി ഓപ്പോസിറ്റ് വരുന്നു, അനാവശ്യമായിട്ട് നമ്മുടെ ഹോൺ അടിക്കുന്നു. വണ്ടികൾക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല, അത് നമ്മളെ കുറച്ച് പേടിപ്പിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്കോർപ്പിയോ അത് ഇതൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, നമ്പർ ഫ്രണ്ടിലും ബാക്കിലും ഇല്ല. ലോറികൾക്ക് നമ്പർ അവർ കവർ ചെയ്ത് വെച്ചേക്കുന്നു. അതൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാത്തൊരു കാഴ്ച. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് നൈറ്റ് കുറച്ച് ടെൻഷനായി, എന്താ ഇവരിങ്ങനെ നടക്കുന്നത് എന്നുള്ളൊരു ടെൻഷൻ തോന്നി. അതല്ലാണ്ട് വേറെ അങ്ങനെ നമ്മൾ അധികം ആൾക്കാരായിട്ട് അങ്ങനെ ഇടപഴകാൻ വേണ്ടി പോയിട്ടില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയതുകൊണ്ട് അങ്ങനെ പ്രശ്നം പറ്റിയില്ല. അവിടെ പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ എന്തോ നമ്പർ പ്ലേറ്റ് വെക്കാത്തതെന്ന്, അതുകൊണ്ട് പ്രശ്നമില്ല. സോ നമുക്ക് വണ്ടിയെ പറ്റി ഒന്ന് പോകാം. വണ്ടി എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? ശരിക്കും ടാറ്റ എന്ന് പറഞ്ഞ വണ്ടി എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞത് ഭയങ്കര കംപ്ലൈൻ്റ് ആയിരിക്കും, ഈ ഡ്രൈവ് പോകുന്നതിൻ്റെ ഇടയിൽ എത്ര സർവീസ് സെൻറ്റർ കയറും എന്നാൽ പറയുമ്പോഴും എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റും എന്നുള്ളത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രൈവ് ടോട്ടൽ പോയി തിരിച്ചു വന്നിട്ടും വണ്ടിക്ക് ഒരു ഇഷ്യൂ ഇൻ ദ സെൻസ് ഒരു ബ്രേക്ക് ഡൗൺ പോലും സംഭവിച്ചിട്ടില്ല, ഒരു പഞ്ചർ പോലും സംഭവിച്ചിട്ടില്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലും വണ്ടിക്ക് പറ്റിയിട്ടില്ല. ഇത്രയും ഒരു ലോങ് പോയി തിരിച്ചു വന്നത് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. വണ്ടി ഫ്രീ ഓഫ് ഇഷ്യൂസ് ആയിരുന്നു, അങ്ങനെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പീസ്ഫുള്ളായിട്ട് നമുക്ക് പോയി തിരിച്ചു വരാൻ പറ്റി. ഡ്രൈവ് പ്ലാൻ ചെയ്യുമ്പോൾ ഡ്രൈവ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ടാറ്റയെ പോലൊരു വലിയ കമ്പനി നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ഇതാണ്. നമ്മൾ ഈ എൻ റൂട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത കാരണം സംഭവിച്ചാൽ നമുക്ക് ആ ഒരു സപ്പോർട്ടും ഒരു പരിപാടിയും വേണം. അതെ അത് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇത്രയും ലോങ് പോവല്ലേ,
അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ എങ്കിലും അതിൻ്റെ ഇടയിൽ വരും എന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ നമ്മളെ പിടിച്ച് നിർത്തേണ്ടതായിട്ടല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ തരുന്നത് പോലത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. പിന്നെ ചെറിയ ഇഷ്യൂസ് ഫേസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പുള്ളിങ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഇത്രയും ലോങ് കുഴിയിലൊക്കെ ചാടി എൻ്റെ അലൈൻമെൻറ്റിൻ്റെ കാര്യം അത് നേപ്പാളിൽ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തു. അല്ലാണ്ട് നമ്മളെ ഒരു എഫക്റ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് വണ്ടിയിൽ ഒന്നും വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സോ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സഹായിച്ചു തോന്നുന്നുണ്ടോ വണ്ടിയുടെ? ഫീച്ചേഴ്സ് ഇൻ ദ സെൻസ് വെന്റിലേറ്റഡ് സീറ്റൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു. നല്ല ചൂടുള്ള ഏരിയകളിൽ പോകുമ്പോൾ നമുക്ക് ആ വെന്റിലേറ്റഡ് സീറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സസ്പെൻഷൻ ഈസ് ആക്ച്വലി ഗുഡ്. സസ്പെൻഷൻ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോൾ കോർണേഴ്സ് എടുക്കുമ്പോഴും അതേപോലെ കുണ്ടിൽ ചാടുമ്പോഴും ഒക്കെ സസ്പെൻഷൻ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ മ്യൂസിക് സിസ്റ്റം ഒക്കെ നല്ലതാണ്, നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാൻ പറ്റി. പിന്നെ ഇ വി കാറിൻ്റെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടില്ല, വണ്ടിക്ക് സൗണ്ടും ഇല്ല, വണ്ടിക്ക് ആ റഫ്നെസ്സും ഹാർഷ്നെസ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഡെയിലി ഒരു 600-700 കിലോമീറ്റേഴ്സ് കവർ ചെയ്താൽ പോലും നമുക്കങ്ങനെ ഒരു പീസ് ഓഫ് മൈൻഡാണ്. നമുക്ക് അത്ര വലിയ ടയർഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. മനസ്സിലായി. ഈ ഇ വിസിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും ലോങ് കവർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയും ലോങ് പോകുമ്പം എന്താ പറയുക ചാർജേഴ്സിൻ്റെ ഇഷ്യൂ. ഇപ്പോൾ യാസിൻ സ്ഥിരമായിട്ട് ടി വി വർഷങ്ങളായിട്ട് ഓടിക്കുന്ന ആളാണ്, നമ്മളൊരു ചാർജിങ് സ്റ്റേഷൻ ഓപ്പറേറ്ററാണ് ഞാൻ ഗോയ്സി എന്ന് പറയുന്നത്. ശരിക്കും ഒരു 2-3 കൊല്ലത്തിൽ ഒരു മാറ്റം കാണാൻ പറ്റുന്നുണ്ടോ ഇൻഫ്രാസ്ട്രക്ചറിൽ? ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടി, ഈ റൂട്ടിൻ്റെ കാര്യം പറയാം, 300 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നേപ്പാൾ പോയി തിരിച്ച് വരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 300 കിലോമീറ്റർ ഒരു റഫ്ലി 300 കിലോമീറ്റേഴ്സ് 280 കിലോമീറ്റേഴ്സ് റേഞ്ച് നിങ്ങൾക്ക് റിയൽ വേൾഡ് റേഞ്ച് കിട്ടുന്ന വണ്ടിയാണെങ്കിൽ ഒരു പ്ലാനിങ്ങും വേണ്ട, ജസ്റ്റ് ചാർജസ് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇവിടെ ചാർജർ ഉണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് നേപ്പാൾ പോയി വരാം. ആദ്യം ഈ നേപ്പാളിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കരുതുന്നത് ഇത് പോയി തിരിച്ചു വരുമ്പോൾ എനിക്ക് തന്നെ ഒരു തോന്നൽ വരും, വലിയൊരു അച്ചീവ്മെൻറ്റ് ചെയ്തു, വലിയൊരു അഡ്വഞ്ചർ എടുത്തതുപോലത്തെ. പക്ഷേ അങ്ങനെ ഒരു ഫീലില്ല. ഇത് ആർക്ക് വേണമെങ്കിലും വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ചിലർക്ക് വിശ്വസിക്കാൻ പറ്റും. ഞാൻ തിരിച്ച് 3 ദിവസം കൊണ്ട് നേപ്പാളിൽ നിന്ന് കൊച്ചി എത്തി എന്ന് പറഞ്ഞപ്പോൾ പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമൊന്നും അല്ല ചെയ്തേക്കുന്നത്. നിങ്ങൾ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഇസ് നോട്ട് എ ബിഗ് ടാസ്ക്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നിയിട്ട് ഇന്ത്യയിലെ ഇ വി സീൻ പോലല്ല നേപ്പാളിൽ. നേപ്പാളിൽ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറിയ വ്യത്യാസമല്ല. അതെ. അപ്പോൾ അവിടെ ചെന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ എന്തായിരുന്നു? അത്ര എക്സ്പെക്ട് ചെയ്തായിരുന്നു ശരിക്കും? ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഉണ്ണിച്ചേട്ടൻ പറയുന്നത് നേപ്പാൾ നിങ്ങളെ ഞെട്ടിക്കുന്നു. ശരിക്കും ഞെട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാൾ വരെ ചാർജസ് ഉണ്ട്, ഓക്കെയാണ്, സോർട്ടഡ് ആണ്. ഞാൻ പറഞ്ഞ MP UP ഇടയിൽ മാത്രമാണ് നമുക്കൊരു ചാർജിങ്ങിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ അവിടെ ചാർജസ് ഉണ്ടായിരുന്നു പ്രോപ്പറായിട്ട്. ഒരുപാട് ചാർജസ് ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ടെന്നാണ്. ഒരുപാട് വണ്ടികളുണ്ട്. UP എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ കേരളത്തിനേക്കാളും ഇലക്ട്രിക് വണ്ടികൾ കൂടുതൽ വയ്ക്കുന്നത് UP പക്ഷേ കാറല്ല, ഓട്ടോ ആണെന്നേ ഉള്ളൂ. അത് അവർ വീട്ടിൽ ചാർജ് ചെയ്യും. അപ്പോൾ ആ കണക്ക് വെച്ചാണ് ആൾക്കാർ, ഞാൻ UP ചാർജിങ് സ്റ്റേഷൻസ് കുറവാണെന്ന് പറഞ്ഞപ്പോൾ UP ഇത്രയും വണ്ടി ഉണ്ടല്ലോ, ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചത്. നമ്മൾ UP നിന്ന് പോയതാണ്. നമ്മൾ UP പോയപ്പോൾ ചാർജർ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്തിട്ട് പോലും നമുക്ക് UP കുറ്റം പറയേണ്ട ആവശ്യം വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ ചാർജേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ നോർമൽ പ്ലഗ് ഉണ്ട്, അതിൽ നമ്മുടെ കേവൊക്കെ കുത്തിക്കഴിഞ്ഞാൽ 20 മണിക്കൂർ എടുക്കും. AC ആണ്. പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ചാർജസ് കാണിക്കുമ്പോൾ മേ ബി AC ലിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുറേ ചാർജസ് കാണുമായിരിക്കും. പക്ഷേ നേപ്പാളിൽ ചെല്ലുമ്പോൾ AC DC പ്രശ്നമാണോ? ഇല്ല, അവിടെ DC ഫുള്ള് DC. നേപ്പാൾ ഞെട്ടിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഓരോ 10 കിലോമീറ്ററിലും ചാർജർ ഉണ്ട്, ഓരോ 10 കിലോമീറ്ററിലും. പിന്നെ ഇവിടുത്തെ ചാർജസ് പോലെ അല്ല അവിടെ എനിക്ക് തോന്നുന്നു ചൈനീസ് ചാർജസും അങ്ങനെ കുറേ നേപ്പാളിലെ വണ്ടികൾ ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാൾ നമ്മൾ ഇന്ത്യക്കാരാണ് EVയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ കുറേ അധികം ചിന്തിക്കുന്നവർ. ഒരു വണ്ടി ഇറങ്ങി ഇത് റീസെയിൽ വാല്യൂ ഉണ്ടാവുമോ, ഇത് 10 കൊല്ലം ഓടുമോ, ഇത് 2 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ബാറ്ററി അടിച്ചു പോകുമെന്നൊക്കെ ചിന്തിക്കുന്നവർ ഇവരാണ്. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നേപ്പാൾ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യത്ത് EV അഡാപ്ഷൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. ടെസ്ലയൊക്കെയാണ് റോഡിൽ കൂടെ പോകുന്നത്. നേപ്പാൾ ഒരു പട്ടിണി രാജ്യമാണെങ്കിൽ പോലും ഇലക്ട്രിക് ബസ്സുകളൊക്കെ പണ്ട് മുതലേ ഉണ്ട്. ഇലക്ട്രിക് ബസ്സല്ലേ അവിടെ ഓടുന്ന ഫ്ലീറ്റ് വണ്ടികളെല്ലാം ഇലക്ട്രിക് ആണ്. നമ്മൾ ഞെട്ടിപ്പോകും. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നി. ഇപ്പോൾ അത്രയും ഇപ്പോൾ അവിടെ ഇറങ്ങുന്ന ഒരു 100% വണ്ടികൾ അവിടെ ഇറങ്ങുന്നതിൽ അതിനകത്തൊരു 85% EV ആണ്. 85% EVയിലേക്ക് കൺവേർട്ടായി. അതും ഒരു ഹിൽ ഏരിയയാണ്. അത് നമ്മൾ ചിലർ പറയുമായിരിക്കും, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൗണ്ടൈൻസിലൊന്നും ഇത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു സീനും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും യൂസ് ചെയ്യാൻ
എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാർജസ് വേണം. ചാർജസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും പറ്റില്ല. പിന്നെ അവിടെ ഇത്ര EV അഡാപ്ഷൻ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ടാക്സ് ഭയങ്കര കൂടുതലാണ്. വണ്ടികൾക്ക് ഭയങ്കര ടാക്സ് കൂടുതലാണ്. നമ്മളിവിടെ ഒരു ഫോർച്യൂണർ, എൻ്റെ കേവ് ഇവിടെ 22 ലക്ഷം രൂപയാണ്. അവിടെ വാങ്ങിക്കണമെങ്കിൽ 55 ലക്ഷം രൂപ എടുക്കണം കേവിന്. ഒരു ഫോർച്യൂണർ വാങ്ങിക്കണമെങ്കിൽ 2 കോടി രൂപയുടെ അടുത്ത് കൊടുക്കണം. വാല്യൂ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ കറൻസി മാത്രമല്ല, അവിടെ ഭയങ്കര ടാക്സും കൂടുതലാണ്. എന്നാലും നല്ല വ്യത്യാസമുണ്ട്. നമ്മളൊരു റോയൽ എൻഫീൽഡ് ഹിമാലയൻ വാങ്ങിക്കണമെങ്കിൽ 10 ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത്. 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 7.5 lakhs 8 lakhs അടുത്തുണ്ട്, വിച്ച് ഇസ് ഇരട്ടീനേക്കാളും കൂടുതലാണ്. അപ്പോൾ അത്രയും ടാക്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഏരിയയിലേക്ക് ഗവൺമെൻറ് തന്നെ EV വെഹിക്കിൾസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ടാക്സ് കുറച്ചിട്ടുണ്ട്. എന്നാലും കൂടുതലാണ്. നമ്മുടെ കേവിന് ഇവിടെ 22 lakhs, അവിടെ 56 lakhs, അറൗണ്ട് 40 lakhs. എന്നാലും ആൾക്കാർ അതുകൊണ്ട് EVയിലേക്ക് അഡാപ്റ്റായി. ഒരു 85% വണ്ടികളും ഇപ്പോൾ ഇറങ്ങുന്നത് അവിടെ EV ആണ്. ആൻഡ് ഇപ്പോൾ പൊക്ര പോലത്തെ മൗണ്ടെയിൻസിലേക്ക് പോയാലും എല്ലായിടത്തും, മുസ്താങ് പോയാലും എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷൻസ് സോർട്ടഡ് ആണ്. കൂടുതലും ചൈനീസ് കമ്പനികളാണോ അതോ ഇന്ത്യൻ കമ്പനീസും ചൈനീസ് കമ്പനീസും ഉണ്ട്. ചൈനീസ് കുറേ അധികം വണ്ടികൾ വരുന്നുണ്ട്. ഡീപാൽ, പിന്നെ അങ്ങനെ കുറേ ഡീപാൽ പോലെ കമ്പനികൾ വരുന്നുണ്ട്. ഇന്ത്യൻ സൈഡിൽ നിന്ന് നമുക്ക് മഹേന്ദ്ര ഇപ്പോൾ വരും. ടാറ്റ ഓൾറെഡി സോർട്ടഡ് ആണ് അവിടെ. അപ്പം അത്രയും വണ്ടികളുണ്ട്. പിന്നെ ചാർജിങ് സ്റ്റേഷൻസ് നമ്മുടെ ഇതുപോലെ ആപ്പ് വഴിയൊക്കെയുള്ള ചാർജിങ് സ്റ്റേഷൻസ് കുറവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കണക്ട് ചെയ്ത് കുത്തിത്തരും, നമ്മൾ യൂസ് ചെയ്യാത്ത ഏത് വണ്ടിയാണെങ്കിലും എല്ലാ അതാണ് അവർ. എനിക്ക് തോന്നുന്നു അവിടെ ചാർജിങ് സ്റ്റേഷൻസിൽ നിന്ന് പൈസ ഏൺ ചെയ്യണം എന്നല്ല അവർ കൂടുതൽ തിങ്ക് ചെയ്യുന്നത്. അവർ അവരുടെ കടകളുടെ മുമ്പിൽ ചാർജിങ് സ്റ്റേഷൻസ് ഇടുന്നു. അത് വെച്ചിട്ട് അവർക്ക് സെയിൽസ് കിട്ടുന്ന രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഇലക്ട്രിസിറ്റി അവിടെ കുറവാണ്. ഇലക്ട്രിസിറ്റി അവർ ഇന്ത്യയിലേക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പം അത്ര ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ചാർജ് കുറവാണ്. പക്ഷേ അവർ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് തോന്നിക്കഴിഞ്ഞാൽ 1% അവർ 10 രൂപയാണ് വാങ്ങിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു 6 രൂപ ഒക്കെ വരുമായിരിക്കും. ഇപ്പോൾ കേവ് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു 600 രൂപയാണ് ഇന്ത്യൻ മണി വരുന്നത്. അറ്റ് ദ സെയിം ടൈം ഒരു 0% തുടങ്ങിയ ഒരു ടിയാഗോ EV അവിടെ ഫുൾ ചാർജ് ചെയ്യാനും 600 രൂപ തന്നെയാണ് വരുന്നത്. അപ്പം വലിയ വണ്ടിയുള്ളവർക്ക് ലാഭം. കിലോ വാട്ട് യൂണിറ്റ് ഒന്നും നോക്കാൻ അവരത്ര പ്രാപ്തരായിട്ടില്ല എന്ന് തോന്നുന്നു. അവരത്രയും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർക്ക് പെർസെൻറ്റേജിനാകുമ്പോൾ ഈസിയല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നുള്ള മൂഡാണ് അവർ ചെയ്യുന്നത്. അവിടെയാണെന്ന് തോന്നുന്നു ഗോയിസിക്ക് ഒരു പ്രോപ്പർ റോള് പ്ലേ ചെയ്യാൻ. ഗോയിസിക്ക് അവിടെ നല്ല പ്രോപ്പർ റോള് പ്ലേ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആപ്പ് വഴിയല്ലല്ലോ വർക്ക് ചെയ്യുന്നത് ഈ ചാർജിങ് സ്റ്റേഷൻസ്. അതുകൊണ്ട് തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻസ് വർക്കിംഗ് ആണോ, ആ ചാർജിങ് സ്റ്റേഷനിലൊരു വണ്ടി ഇപ്പോൾ ചാർജ് ചെയ്യുന്നുണ്ടോ, ആ വണ്ടിയുടെ ചാർജിങ് പെർസെൻറ്റേജ് എത്രയാണ്, രാത്രി കാലങ്ങളിൽ മാൻ പവർ ഇല്ലാത്ത സമയത്ത് ഈ ചാർജിങ് സ്റ്റേഷൻസ് വർക്ക് ചെയ്യില്ല. ഇതെല്ലാം നേപ്പാൾ ജനത ഇപ്പം മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. അപ്പം അവർക്ക് ഇപ്പോൾ നൈറ്റ് ഒരു ഡ്രൈവ് പ്ലാൻ ചെയ്യണമെങ്കിൽ അവിടെ ചാർജ് സ്റ്റേഷൻ ഇല്ലയെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നോക്കാം. അപ്പോൾ അവിടെ ചാർജസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ എനിക്ക് തോന്നുന്നു ഗോയിസിക്ക് ഹെൽപ്ഫുള്ളായിട്ട് വരും. കുറച്ചും കൂടെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തോന്നുന്നു. ഇന്ത്യയിലെ റോഡുകളും നേപ്പാൾ റോഡുകളും ആ ഡ്രൈവിംഗ് കൾച്ചറിലൊക്കെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടോ? നമ്മളിപ്പോൾ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ പറഞ്ഞല്ലോ. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ പല സംസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ പല രീതികളാണ്, പല കൾച്ചേഴ്സാണ്, കാര്യങ്ങളാണ്. നേപ്പാളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഒരു നേപ്പാളിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നിയത് നേപ്പാളിൽ നിന്ന് കാഠ്മണ്ഡു വരെ റോഡില്ല, ഫുൾ ഓഫ് റോഡാണ്. ഫുൾ ഒരു 10-100 കിലോമീറ്റർ വെറുതെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്, ഫുൾ ഒഴുകിപ്പോയ റോഡുകളാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റോഡ് ക്രിയേറ്റ് ചെയ്താൽ പോലും ഒരു മഴ വരുമ്പം അത് പോകുന്നു. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ എടുത്തു പറയേണ്ടത് റൈഡിങ് കൾച്ചറാണ്. നല്ല പ്രോപ്പറായിട്ടാണ് ഇവർ റൈഡ് ചെയ്യുന്നത്. അവിടെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ രാജ്യമാണ്, നേപ്പാൾ എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യമാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിനൊരു റൂൾ ഇമ്പോസ് ചെയ്താലും പെട്ടെന്ന് അത് നടപ്പിലാക്കാൻ കഴിയും. പെട്ടെന്ന് ഒരു ദിവസം അവർ പറഞ്ഞ് ഹോൺ അടിക്കാൻ പാടില്ല, ഒരു വണ്ടിയുടെ പുറകിലും ഹോൺ അടിക്കരുത്, അത്യാവശ്യ വളവിലോ അത്യാവശ്യ സംഭവത്തിൽ മാത്രമേ ഹോൺ അടിക്കാൻ പാടുള്ളൂ. ഹോൺ ഇത്രയും ടൈമിന് മുകളിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈൻ വരും. എന്നതുകൊണ്ട് ഇപ്പോൾ ആരും ഹോൺ അടിക്കില്ല. സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. അനാവശ്യമായിട്ടുള്ള റെക്ലെസ് ഡ്രൈവിങ് പാടില്ല. പിന്നെ നമുക്കിപ്പോൾ ലെഫ്റ്റ് ലൈൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ലൈനിൽ വേറെ വണ്ടി വരാൻ പാടില്ല. അതുകൊണ്ട് റൈഡിങ് കൾച്ചറും പിന്നെ ആൾക്കാർ കുറച്ചും കൂടെ പീസ്ഫുള്ളാണ്. അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ ഒന്നും സംസാരങ്ങളോ കാര്യങ്ങളോ ഒരു റോഡ് റേജ് ഒന്നും ഫീൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ഓടിക്കണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളും കെയർഫുൾ ആയിരിക്കണം. നമ്മൾ സീൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ വരും. അപ്പം തന്നെ അത്രമാത്രം ട്രാഫിക് പോലീസ് അത്രയും സജ്ജത്തിലാണ് ഇരിക്കുന്നതെന്ന് തന്നെ പറയാം. അവരെല്ലാം പ്ലാൻഡായിട്ട് ഓരോ സ്ഥലത്തും ട്രാഫിക് പോലീസ് ഉണ്ട്. കാഠ്മണ്ഡുവിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത്ര പ്ലാൻഡ് ആണെന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രിക്റ്റ് ആണ് അവരുടെ കാര്യത്തിൽ. കേരളത്തിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടോ?
കേരളം ആക്ച്വലി കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ബെറ്ററാണ്. പക്ഷേ നേപ്പാൾ പോലെ കേരളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അനാവശ്യമായിട്ട് പാർക്കിംഗ് പാടില്ല. വണ്ടികളുടെ ഒരു ഡെൻസിറ്റി അപ്പോൾ അവിടെ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി EV വണ്ടികൾ ഭയങ്കര കൂടുതലാണ്. ഡെൻസിറ്റി ഉണ്ട്, ചെറിയൊരു ഏരിയ ആണല്ലോ. അത്യാവശ്യം വണ്ടികളുണ്ട്, ബ്ലോക്ക് ഉണ്ട്, ട്രാഫിക് ഉണ്ട്, റോഡ് മോശമായതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ബട്ട് റൈഡിങ് കൾച്ചർ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ നേപ്പാളിലൊരു 2 മണിക്കൂർ ഒരു ബ്ലോക്കിലൊക്കെ പെട്ടു. പക്ഷേ നമുക്ക് ടെൻഷനില്ല. നമ്മുടെ വണ്ടിയിൽ വന്ന ആരെങ്കിലും തട്ടുമോ അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് ഹോൺ അടിക്കുമോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമ്മുടെ വെറുതെ കിടക്കുന്ന റോഡ് വഴി കയറിപ്പോവും, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഈ കൊച്ചിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് എത്തി കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ എത്തിയിട്ട് ആ ടാറ്റയുടെ റിസപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ റിസപ്ഷൻ അത്രയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ടാറ്റ ഭയങ്കര ഒരു വെൽക്കമിങ് ആയിരുന്നു നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ബോർഡൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ അറിയാം എന്നുള്ള മൂടായിരുന്നു. അത് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു സംഭവമായിരുന്നു. ടാറ്റ പോലൊരു ബ്രാൻഡ് നമ്മളവിടെ വെൽക്കം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. നൈസ്. നമുക്കിനി കുറച്ച് വണ്ടികളെ പറ്റിയൂടെ സംസാരിച്ചു പോവാം. ഇന്ത്യൻ EV രംഗത്ത് നമ്മളൊരു പ്രോപ്പർ വാർ തന്നെ കാണുകയാണ്. അതായത് ആദ്യം MG വെച്ചു, മഹേന്ദ്ര അതിന് കൗണ്ടർ വെച്ചു, അതിന് ടാറ്റ ഇപ്പം എന്താ പിന്നെയും വെച്ചു. അപ്പോൾ ഇതൊരു 3 കമ്പനികളുടെ ഒരു സ്ട്രീറ്റ് വാർ ഈസ് ഹാപ്പനിങ്. എന്ത് പറയുന്നു, എങ്ങനെ കാണുന്നു, എങ്ങനെയുണ്ട് ഹാരിയർ EV കണ്ടിട്ട്? ഹാരിയർ EV ശരിക്കും വാറിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. അറിയാം, മഹേന്ദ്രയും ടാറ്റയും ഭയങ്കര ഒരു വാറിൽ തന്നെയാണ്. MG അവരുടെ ബിസിനസ് നോക്കി നല്ല സെയിൽസ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. B6 ഇറങ്ങി, B6 X9 ഇറങ്ങിയപ്പം ടാറ്റയ്ക്ക് അത് ഭയങ്കര ഒരു അടിയായിരുന്നു. എന്ത് ചെയ്യണം, നെക്സ്റ്റ് മൂവ് എന്താണ് ടാറ്റ, കാരണം അത്രയും ഒരു ലീഡിങ് മാർക്കറ്റിൽ നിൽക്കുകയായിരുന്നു. ടാറ്റേനെ കോമ്പീറ്റ് ചെയ്യാൻ മഹേന്ദ്രയ്ക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു. XUV400 ഒക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും മഹേന്ദ്ര ആദ്യമേ റിസർച്ച് തുടങ്ങിയ കമ്പനിയായിരുന്നു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ സൈഡിൽ നിന്ന് അവർ കൊണ്ടുവരുന്ന വണ്ടികളൊന്നും അത്ര സെയിലാവുന്നില്ല. ടാറ്റ ആ ഒരു മോണോപ്പൊളി ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ MG വന്നു, ZS EV കൊണ്ടുവന്നു. പക്ഷെ സ്റ്റിൽ ടാറ്റയ്ക്ക് ഡിഫറെൻറ്റ് ടിയാഗോ ഉണ്ട്, പഞ്ച് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഇപ്പം കർവ് ഉണ്ട്, നെക്സോൺ ഉണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് ആ മാർക്കറ്റ് ടാറ്റയുടെ ഉള്ളിൽ തന്നെ ആയിരുന്നു. അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തത്, ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നത് B6ഉം X9 കൊണ്ടുവന്നു കഴിഞ്ഞപ്പം 70 ദിവസത്തിൽ 10,000 വണ്ടി. അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഫീച്ചേഴ്സ്, ഡിസൈൻ ഭയങ്കര ഞെട്ടിക്കലായിരുന്നു. ഹോൾ മാർക്കറ്റിനെ പിടിച്ചു കുലുക്കി. EV ഇഷ്ടമല്ലാത്തവർ, അതെ, EV ഇഷ്ടമല്ലാത്തവർ പോലും EVയെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും തുടങ്ങി. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഇനി ടാറ്റ എന്ത് പ്രൊഡക്റ്റ്, അതെ എന്ത് പ്രൊഡക്റ്റ് ടാറ്റ ഇനി അടുത്തത് കൊണ്ടുവരും. ഹാരിയർ കൊണ്ടുവരും. പക്ഷെ ഹാരിയർ കൊണ്ടുവന്ന ഹാരിയർ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവും, ഹാരിയർ എത്രമാത്രം അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഹാരിയറിൽ അവർ ആഡിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടാറ്റ വീണ്ടും മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി സെയിലായിട്ടില്ല, പക്ഷേ ഒരു തിരിച്ചൊരു ഡിസ്ട്രക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മഹേന്ദ്ര എന്ത് ചെയ്യണം, അടുത്ത എന്ത് പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു, ആക്ച്വലി ദിസ് ഇസ് നൈസ്. ഇങ്ങനെ കർവ് ഇറക്കി, കർവ് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള വണ്ടികളുടെ അപ്ഗ്രേഡാണ്. അതിനെ അടിക്കുന്ന രീതിയിലാണ് B6 വന്നത്. പ്രൈസ് റേഞ്ച് വ്യത്യാസമാണ്, കാര്യങ്ങൾ വ്യത്യാസമാണ്. എന്നാൽ പോലും B6 ഒരുപാട് പേർക്ക് ഒരു ഹൈപ്പ് കൊടുക്കുകയും ഇതിലേക്ക് ഒരു ഇൻട്രോ കൊടുക്കുകയും മുഖം തിരിച്ചുന്ന ആൾക്കാർ പോലും സംതിങ് ഈസ് ഹാപ്പനിങ് എന്നൊരു സംഭവമാണ്. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തത്. ഹൈപ്പിന്റെ കാര്യത്തിൽ ഒരു എക്സ്പെക്ടേഷൻ കാര്യത്തിൽ സ്റ്റാൻഡേർഡ് സെറ്റ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ ഇത്ര പെട്ടെന്ന് ആരും ബ്രേക്ക് ചെയ്യുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ടാറ്റയുടെ കഴിഞ്ഞ ദിവസത്തെ ലോഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ഹാരിയറിൻ്റെ മീഡിയ ഡ്രൈവ് ഉണ്ട്, ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലാണ്. അപ്പോൾ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. ബട്ട് ബിഫോർ ദാറ്റ് തന്നെ പറയാം, വണ്ടി വേറെ ലെവലാണ്. നമ്മളിപ്പോൾ B6 വെച്ച് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ X9 വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതൊരു പ്രോപ്പർ കാറാണ്. മറ്റേ X9ഉം B6ഉം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എവറി ക്രൗഡ്, ഒരു പ്രായമായിട്ടുള്ളവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അതൊരു സ്പോർട്സ് കാർ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സ്പേസ് കുറവാണ്. നമ്മുടെ ബാക്ക് സീറ്റിലേക്ക് പോകുമ്പോൾ സ്പേസ് കുറവാണ്, സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്, ഫുൾ സ്പോർട്സ് മോഡിലാണ് സെറ്റ്. പക്ഷേ അതിൽ നിന്ന് ഹാരിയറിനെ വ്യത്യാസമാക്കുന്നത് തന്നെ ആർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈ ഹാരിയറിൻ്റെ സൈസ് നോക്കിയാലും B6ൻ്റെ സൈസ് നോക്കിയാലും ഹാരിയർ വലുതായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി B6 ആണ് കുറച്ചും കൂടെ വൈഡറും. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ നമ്മുടെ വഴികളിലൂടെയും പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് പല കസ്റ്റമേഴ്സും പറയാറുണ്ട്.
ദെൻ ഹാരിയറിലേക്ക് വരുമ്പോൾ ഒരു പ്രോപ്പർ കാറാണ്, പ്രോപ്പർ ബാക്ക് സീറ്റ് സ്പേസ് ഉണ്ട്, ഓൾ വീൽ ഡ്രൈവ് ആണ്. ഓൾ വീൽ ഡ്രൈവിൻ്റെ ആ വീഡിയോ ഞാനപ്പം ആ പുള്ളിയെടുത്ത് സംസാരിച്ചപ്പോഴും പുള്ളിയും പറഞ്ഞാൽ ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള വണ്ടിയാണ്, ഭയങ്കര ഇലക്ട്രോണിക്സ് ഉള്ള വണ്ടിയാണ്, ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന വണ്ടിയാണ്, ഒരു EV സെഗ്മെൻറ്റിനെ ഓഫ് റോഡിലേക്ക് കൊണ്ടുവരാൻ ടാറ്റയ്ക്ക് കഴിയുമെന്നാണ് പുള്ളിയും പറഞ്ഞത്. ഇപ്പം അടുത്ത ദിവസം നമുക്ക് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ ഫീച്ചേഴ്സും അവർ കൊണ്ടുവന്നു. BS6-നേക്കാളും 10-100-120 BHP കൂട്ടി ഒരു 400 BHP പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BMW M2 കോമ്പറ്റീഷൻ്റെ ഒക്കെ പവറാണ്. ഒരു M2 കോമ്പറ്റീഷൻ എടുക്കണമെങ്കിൽ 1 കോടി രൂപ കൊടുക്കണം. 30-35 lakhs ആയിരിക്കണം എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പം 21 കാണിച്ചു, പക്ഷേ അത് V6-ൻ്റെ പോലെ തന്നെ 19 കാണിച്ചു. എങ്ങനെ ഒരു 30-33 lakhs വരും. പക്ഷെ ഒരു 33 lakhs നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വണ്ടിയായിരിക്കും? 400 BHP, 505 Nm ടോർക്ക്, പിന്നെ ഇത്രയും വലിയൊരു സ്പേസ് ഉള്ളൊരു വണ്ടി, ഓൾ വീൽ ഡ്രൈവ് വണ്ടി, കോട്ട് വീൽ ഡ്രൈവ് വണ്ടി, അത്രയും ഓട്ടോ പാർക്ക് സംഭവങ്ങളെല്ലാം ഉണ്ട്. ഓട്ടോ പാർക്കൊക്കെ മഹേന്ദ്രയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തായിരിക്കും, മഹേന്ദ്ര വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ ഇൻസ്പയർ ചെയ്തായിരിക്കും. ബട്ട് സ്റ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു വണ്ടി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയാണ്. ഐ തിങ്ക് അതിൻ്റെ ബുക്കിംഗ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാറ്റ വിൽ റീക്ലെയിം ദെയർ മാർക്കറ്റ് അഗെയിൻ. അപ്പം B6 റാലി കൊണ്ടുവരും, അപ്പം ടാറ്റ സിയറ കൊണ്ടുവരും. ഈ ഗെയിം ഇങ്ങനെ തന്നെ പോകും. അതിൻ്റെ ഇടയിൽ MG വിൻസർ നൈസായിട്ട് വിൽക്കുകയും ചെയ്യും. നാളെയാണ് വിൻസർ പ്രോയുടെ ഡ്രൈവ്, നാളെയാണ് വരുന്നത്. വിൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MGs ടിപ്പിക്കലി ചൈനീസാണ്, ബട്ട് അവർ ആ മാർക്കറ്റ് പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വണ്ടിയാണ്. ഒരു പഞ്ചിനേക്കാളും 1-2 ലക്ഷം രൂപ, അല്ലെങ്കിൽ നെക്സോണിൻ്റെ ഒരു പ്രൈസിന്, പഞ്ചിനേക്കാൾ ബേസ് മോഡൽ പഞ്ചിൻ്റെ ടോപ്പ് പ്രൈസ് വരും. നെക്സോണിൻ്റെ പ്രൈസിൽ ഇത് കിട്ടും. ഇത് കിട്ടുമ്പോൾ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ഓഡിയൻസ് നോക്കുമ്പം ഇറ്റ് ഈസ് എ വെരി ബിഗ് കാർ. ഫ്രണ്ട് സീറ്റ്, ബാക്ക് സീറ്റ് സ്പേഷ്യസ് ആണ്, സോഫ പോലത്തെ സീറ്റ്, വലിയ സ്ക്രീന്, വലിയ വണ്ടി, വലിയ ബൂട്ട് സ്പേസ്, അത്യാവശ്യം റേഞ്ച് MG പറയുന്നുണ്ട്. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, ഇന്ത്യൻ കാർസിനെ പോലെ അല്ല, ചൈനീസ് കാർസ് കുറച്ചും കൂടെ റിലയബിൾ ആണ് ഈ ഇലക്ട്രിക്. അവർ അഗ്രഗണ്യന്മാരാണ് ഇതിൻ്റെ കാര്യത്തിൽ. അങ്ങനെ വലിയ ഇഷ്യൂസോ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു MGയുടെ സൈഡിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ സെയിൽസ് നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. വിൻസർ പ്രോ ഈസ് സെല്ലിംഗ് ലൈക്ക് ഹോട്ട് കേക്ക്സ്. ഇപ്പം ടാറ്റേനേക്കാളും കാർസ് ഓവർടേക്ക് ചെയ്ത് അവർ സെല്ല് ചെയ്യുന്നു. ആൻഡ് ഇപ്പോൾ വിൻസർ പ്രോ വന്നു, അത് 50 kWh ബാറ്ററിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റേഞ്ച് കൂടുന്നു. ഇതിൻ്റെ ഇടയിൽ വിൻസർ MG ഈസ് ആക്ച്വലി ലീഡിങ് ദ മാർക്കറ്റ് വിത്ത് ഒരു നല്ല പ്രൈസിൽ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടും അതും തോന്നുന്നു. ന്യൂട്രൽ ഓഡിയൻസ്, അതായത് നമ്മൾ ബ്രാൻഡുകൾ എങ്ങനെ ചെയ്താലും ഒരു ന്യൂട്രലായിട്ട് ഓഡിയൻസ് നോക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ടൈംസ് ആണ്. 3 കമ്പനികൾ, 3 ക്രെഡിബിൾ ആയിട്ടുള്ള 3 എക്സൈറ്റിംഗ് ആയിട്ടുള്ള കമ്പനികൾ. മറ്റേ ഒരു വണ്ടി വരുന്നു, അതിന് ഒരു ചുവട് ഒരാൾ വെക്കുന്നു, അതിൻ്റെ മുകളിൽ അടുത്ത ആൾ വെക്കുന്നു. ആക്ച്വലി മഹേന്ദ്രയും ഇതും രണ്ട് പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഡ്രൈവിംഗ് ക്യാരക്ടേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പക്ഷേ വിൻസർ ഇസ് ലൈക്ക് ഒരു ഫാമിലിക്ക് എന്നുള്ള, വിൻസർ ഓടിക്കാൻ അത്ര അടിപൊളി വണ്ടി എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ ടാറ്റ ഓടിക്കുമ്പോൾ മഹേന്ദ്ര ഓടിക്കുന്ന ആ ഫീലൊന്നും, ആ ഹാൻഡ്ലിംഗ് ഒന്നും കിട്ടുന്നില്ല, സസ്പെൻഷൻ ഒന്നും അത്ര. ചൈനീസ് കാർ ആയതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് വേണ്ടി ഇറക്കുന്ന വണ്ടികൾക്ക് അത്ര സസ്പെൻഷന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അവിടെ റോഡ് നല്ലതാണ്, സ്ട്രെയിറ്റ് ഹൈവേസ് ആണ്. അപ്പോൾ ആ സസ്പെൻഷൻ തന്നെ ഇവിടേക്ക് വരുമ്പം ഓരോ കുഴി ചാടുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്ക് സീറ്റൊക്കെ വലുതാണെന്ന് പറഞ്ഞാലും കോർണറൊക്കെ എടുക്കുമ്പോഴും, പക്ഷെ അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല എല്ലാവരും. ഡ്രൈവിംഗ് ക്യാരക്ടർ വേണ്ട അവർക്ക് ഒരു പോയിന്റ് A to പോയിന്റ് B പോകാനൊരു EV എന്നുള്ള രീതിയിൽ വിൻസർ ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. വിൻസറിൻ്റെ ഗ്ലോബ്സ്റ്റർ അല്ലേ അടുത്ത് വരുന്നത്? സൈബർ സ്റ്റാർ സ്പോർട്സ് കാറാണ്. ഇതുകൊണ്ട് അങ്ങനെ പൊസിഷനിങ് അങ്ങനെയാണല്ലേ വിൻസർ ഫാമിലി ഒരു പരിപാടിയിലേക്ക്. വിൻസർ എന്ന് പറഞ്ഞ വണ്ടി ഒരു കണ്ണുപൂട്ടി നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് A to പോയിന്റ് B പോകാൻ പെർഫെക്റ്റ് വണ്ടിയാണ്. നിറയെ സ്പേസ് ഉണ്ട്, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ഭയങ്കര വലിയ സ്ക്രീനാണ്, ബൂട്ട് സ്പേസ് ഉണ്ട്, കാണുമ്പോൾ വലിയൊരു വണ്ടി പോലത്തെ ലുക്കും ഉണ്ട്. അപ്പോൾ അത് വാൻ മോഡലൊന്നും ഇവിടെ ഇന്ത്യയിൽ വിജയിക്കില്ല എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ആദ്യം വന്നപ്പം പലരും ഇതിൻ്റെ ഷേപ്പ് ഇഷ്ടപ്പെട്ടില്ല, കാണാൻ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന വണ്ടി അത് തന്നെയാണ്. മഹേന്ദ്ര അപ്പുറത്ത് കുറച്ചുകൂടി ഒരു യങ് എന്തൂസിയാസ്റ്റിക് വൈബ്രന്റ് ഒരു കാറായിട്ട് B6 കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു മാർക്കറ്റിലേക്ക് ഇനി വണ്ടികൾ കുറേ ഇറങ്ങും. BYD ഒന്നും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. BYD ഒക്കെ ഒരു ഇപ്പം കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു 13 ലക്ഷം രൂപയ്ക്ക് ഒരു 500 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടി ഇറക്കും എന്ന് പറയുന്നു. ഇങ്ങനെ എയറിലുണ്ട്. അതൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ടാക്സ് ഉള്ളത് കൊണ്ടാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഈ ചൈനക്കാർക്ക് എന്ത് പാടിറക്കാനായിട്ട്. അവരൊരു വണ്ടി അങ്ങ് ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര റേഞ്ച് വേണമെന്ന് പറഞ്ഞാൽ അവർ എഴുതി അങ്ങ് വിടും. അത്രയേ ഉള്ളൂ. ആ ടാക്സിൻ്റെ ഒരു ഇഷ്യൂവും അതാണ് പ്രശ്നം. അവിടെയാണ് ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ടാറ്റയ്ക്കും മഹേന്ദ്രയ്ക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹാരിയറിൻ്റെ പരിപാടി ഉടനെ വരും, വിൻസർ പ്രോയുടെ ഉടനെ വരും.
മഹേന്ദ്ര അടുത്ത ചെക്ക് ഇത് രണ്ടിനും B6 റാലി വരും. അത് എനിക്ക് തോന്നുന്നു 4-wheel ഡ്രൈവ് ആയിരിക്കും, കുറച്ചും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂട്ടി. ഈ സെയിം വണ്ടി തന്നെ ഒരു ഡിഫറെൻറ്റ്. അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും എന്നൊക്കെ കണ്ടറിയണം. ഇനി ഒരു ട്രിപ്പ് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നെങ്കിൽ അത് എങ്ങനെയായിരിക്കും, എങ്ങോട്ടായിരിക്കും? ഇനി എന്താണേലും ഇപ്പം നല്ലൊരു കോൺഫിഡൻസ് ആണ് ഉള്ളിലുള്ളത്. ഈ റൂട്ടെല്ലാം പോയതുകൊണ്ട് തന്നെ ഈ റൂട്ട് ഒന്നുകൂടെ പോകാൻ ഒരു ടെൻഷനും ഇല്ല. നേപ്പാൾ ഇനിയും ഒന്നുകൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇനിയും കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നേപ്പാളിൽ. പക്ഷെ അതിന് മുമ്പായിട്ട് ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പോൾ കേരളത്തിലെ പല ഭാഗങ്ങളും തമിഴ്നാടും കൊടൈക്കനാലൊക്കെ അത് എക്സ്പ്ലോർ ചെയ്തിട്ട് ബൈക്കിൽ പോയ സ്ഥലങ്ങളിലൊക്കെ കാറിൽ പോകണം. കാരണം ബൈക്കിൽ പോകുന്നത് പോലെ അല്ലല്ലോ, കാറിൽ പോകുമ്പം ഒന്നും ഇപ്പോൾ ചിലവില്ല, ബൈക്കിൽ പോകുമ്പോൾ പെട്രോൾ അടിക്കണം. ഇത് അതിനേക്കാളും ചീപ്പറായതുകൊണ്ട് നമുക്കിപ്പോൾ ധനുഷ്കോടി പോകാനാണെങ്കിലും കൊടൈക്കനാൽ പോകണമെങ്കിലും വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് ഇടയ്ക്കൊരു ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്ന, അതിനേക്കാളും 4 പേര് ഇരുന്ന് പോവാം, കുറച്ചും കൂടെ കംഫർട്ടബിളാണ് മഴയത്ത് ട്രാവൽ ചെയ്യാനും. ബൈക്കിൻ്റേതായിട്ടുള്ള ഫീലുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഇതിൻ്റേതായിട്ടുള്ളൊരു ഫീലും ഉണ്ട്. അപ്പം ഇപ്പം കുറച്ച് ദിവസം ഇനി ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പതുക്കെ ഒരു ലഡാക്ക് സൈഡിലേക്ക്, മണാലി സൈഡിലേക്ക് പിടിക്കണം എന്നുള്ളൊരു പ്ലാനുണ്ട്. കുറച്ച് ക്ലോസ്ഡ് ആണെന്ന് പറയുന്നത്, എന്നാലും നമുക്ക് യാത്ര ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അതൊന്ന് പ്ലാൻ ചെയ്യണം, ലഡാക്കിലേക്ക് പോകണം. അതാണ് ഇനി അടുത്ത പ്ലാനുള്ളത്. മേ ബി ഒരു സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ പ്ലാൻ ചെയ്യാം. അത് പ്ലാൻ ചെയ്യാനാണ് മനസ്സിലുള്ളത്. കുറച്ച് ഐസിൽ ഓടിക്കുന്ന വീഡിയോസ് എടുക്കണം, അത് കിട്ടിയിട്ടില്ല ഇതുവരെ. ശരിയാണ്. എനിക്ക് തോന്നുന്നു ടാറ്റ കർവ് ഇറക്കുമ്പം അവിടുത്തെ ഏതോ ഒരു പീക്ക് കയറിയാണ് അവർ തുടങ്ങിയത്. ഈ തങ്ങൾപ്പാറ ടാറ്റ അടിപൊളി ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുപോലൊരു ആഡ് ഹിറ്റ് ആയിട്ടില്ല. ടാറ്റയുടെ കർവിന്റെ ആഡും അവർ ഏതോ ഒരു വലിയ മല, ഏതോ വലിയൊരു ഫോറിനർ ഡ്രൈവറിനെ വെച്ച് കയറ്റുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു. ഇത്ര ഇമ്പാക്റ്റ് വന്നിട്ടില്ല. ഇത് അങ്ങനെ ഒരു തങ്ങൾപ്പാറ പോലെ, തങ്ങൾപ്പാറ പേരൊക്കെ മറ്റേ എലിഫന്റ് റോക്ക് പെട്ടെന്ന് തങ്ങൾപ്പാറ നമ്മൾ നടന്ന് കയറിയിട്ടുള്ളതുകൊണ്ട് അറിയാം, ഇച്ചിരി ടാസ്ക് ആണ്. അത്ര ലാസ്റ്റത്തെ എലിവേഷൻ്റെ അകത്ത് വണ്ടി ഫ്രെയിം കാണുമ്പോൾ നമുക്ക് ലിറ്ററലി കാണാൻ പറ്റും. അതെ ഇങ്ങനെ either അത് മുകളിലോട്ട് പോകുന്നു, ഇല്ലെങ്കിൽ അത് താഴോട്ട് വരുന്നു. ഇതിനിടയ്ക്ക് അതിനൊരു 50-50 ചാൻസ് ഒന്നുമില്ല. ഒന്നിൽ സക്സസ് ആവുന്നു, ഇല്ലെങ്കിൽ അത് വേറൊരു രീതിയിൽ അവസാനിക്കുന്നുള്ളതാണ്. അത് സക്സസ് ആയ സമ്മതിച്ചു കൊടുക്കണമല്ലോ. പുള്ളിയായിട്ടുള്ള ഇൻട്രാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിയായിട്ടുള്ള ഇൻട്രാക്ഷൻ അടിപൊളിയായി. പുള്ളിയായിട്ട് ഞാൻ കുറേ സംസാരിച്ചു. പുള്ളി പറഞ്ഞ വണ്ടി ഭയങ്കര കേപ്പബിളാണ്. ഞാൻ ചോദിച്ചു, എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ആ ഒരു ടെറൈനിൽ മഴ പെയ്ത് വെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ അത് കയറുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഈസി ആയിട്ട് കയറും. പുള്ളി പോകുന്ന സമയത്തും തലേന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ചില ഭാഗങ്ങൾ തെന്നലുണ്ടായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞ ഡ്രൈവർ എന്നുള്ള രീതിയിൽ വലിയ കൺസേൺ ആവേണ്ട ആവശ്യമില്ല. അതിനകത്ത് എന്തോ റോക്ക് റോൾ മോഡെന്ന് ഒരു മോഡുണ്ട്, ആ മോഡ് ഇട്ട് കൊടുക്കുക, വേറെ ഒന്നും നമ്മൾ നോക്കണ്ട. ഏതാണോ ഈസി പാത്ത് ആ ഈസി പാത്തിലേക്ക് സ്റ്റിയറിങ് മാത്രം നോക്കിയാൽ മതി, ബാക്കി വണ്ടി അത് ഹാൻഡിൽ ചെയ്തോളും എന്നാണ് പറയുന്നത്. അതിനുള്ള ഇലക്ട്രോണിക്സ് സജ്ജമാക്കിയിട്ടാണ് ആ വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ക്വാഡ് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കോണേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന ലൈനിൽ വണ്ടി കയ്യിൽ കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വണ്ടികൾ കൂടുതൽ വരുന്നതിൻ്റെ കൂടെ നമ്മളും നമ്മുടെ ചാർജ് സ്റ്റേഷൻസും കൂടുതൽ ഉണ്ടാവട്ടെ. എന്തായാലും ഉണ്ടാവണമല്ലോ. നേപ്പാളിൽ നമ്മൾ തുടങ്ങുവാണ്. നമ്മൾ സൗത്ത് ഇന്ത്യ എത്തി. നമ്മൾ കർണാടകയിൽ പറഞ്ഞില്ലേ GT മോളിലായി, ഇനി തമിഴ്നാട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഹൈദരാബാദ്, അങ്ങനെ സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻസ് നടക്കുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ശ്രീനഗർ വരെയുള്ള റോഡ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ശ്രീനഗറിന്റെ ലഡാക്കിന്റെ ഇടയിൽ കുറച്ച് ചർച്ചസ് വേണം. അതും കൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ ലഡാക്ക് നമുക്ക് കുറച്ച് ഈസി ആയിട്ട്. ശ്രീനിവാസൻ പറയുന്നല്ലോ, ഞാൻ അതുവഴി ഒന്ന് പോകുന്നുണ്ടേ, ശരിയാക്കിയേക്കണേ. അതെ. താങ്ക് യു സോ മച്ച് ഫോർ ഗോയിസിക്കൊപ്പം ഈ യാത്രയ്ക്ക് തയ്യാറായതിന്. ഗോയിസ് ഞാൻ വിളിച്ചിട്ട്, യാസിൻ വിജയ് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഓണാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു സംശയത്തിന്റെ പോലും സമയമില്ലാതെ യെസ് ഞാൻ ഓണാണ് എന്ന് പറഞ്ഞതിന്, എല്ലാ കാര്യത്തിനും ഗോയിസിയുടെ കൂടെ നിന്ന് ഞങ്ങളെ ഗൈഡ് ചെയ്തതിന്, അതുപോലെ ഇത്രയും ഒരു എന്താ പറയുന്നത്, നമ്മൾ ആലോചിച്ച് നോക്കാം. നമ്മൾ കൊച്ചിയിൽ നിന്ന് കാഠ്മണ്ഡു ഒരു EV-ക്കകത്ത് പോയിട്ട് വന്നു. കൊച്ചിയിൽ നിന്ന് കാഠ്മണ്ഡു ഒരു EV-ക്കകത്ത് പോകുന്നതിനേക്കാളും എനിക്ക് അത് ആർക്കും പറ്റും. തിരിച്ചു വരുന്നത് 3 ദിവസം കൊണ്ട് വന്നത് പലർക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഒരാഗ്രഹം, അത് ഇച്ചിരി ടയറിങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വീടെത്തണം, സ്ലീപ്പ് കുറവായിരുന്നു. ആ കൂടെ 2 സ്ഥലത്ത് മാത്രമേ പെട്ടെന്ന് തിരിച്ചെത്തണം. കാരണം നമ്മൾ ഫുഡ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണേലും നന്നായിട്ട് കഴിക്കണം. ഫാമിലി മിസ് ചെയ്യുന്നുണ്ട്, നല്ല ഫുഡ് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്താണേലും ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. ഫുഡിൻ്റെ പേര് ഇപ്പോൾ എടുത്ത് പറയുന്നില്ല, എന്നാലും ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ് നമ്മളെ അത്രയും പെട്ടെന്ന് എത്തിച്ചത്. അത് ഭയങ്കര ഒരു ഡ്രൈവായിരുന്നു. ആ ഡ്രൈവിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പലരും ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യുമായിരുന്നു, 10 ദിവസം കൊണ്ടല്ലേ എടുത്തത്, മറ്റേ പെട്രോൾ കാറാണെങ്കിൽ നിങ്ങൾക്ക് 4 ദിവസം 5 ദിവസം 3 ദിവസം ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ തിരിച്ചു വരുന്ന വഴി നമ്മൾ
നമ്മളങ്ങനെ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാം ചാർജിങ് സ്റ്റേഷൻസ് എവിടെ ഉണ്ടെന്ന് അറിയാം, വന്ന വഴി അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു പിടപിടച്ചു. ഈ ഒരു ചാർജ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ നിർത്തുന്ന സമയത്ത് നമ്മൾ വാഷ്റൂം യൂസ് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ സ്നാക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചു. അതുകൊണ്ട് അങ്ങനെ ആ ടൈം പോയതും അങ്ങനെ ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ സ്റ്റേ എടുത്തത് 1000 കിലോമീറ്റർ അതിന് സ്റ്റേ എടുക്കുമ്പോഴും നമ്മൾ നൈറ്റ് അതൊരു നമ്മൾ പറഞ്ഞില്ല കേട്ടോ, 1000 കിലോമീറ്റർ അടിച്ചതിന് വേണ്ടി നമ്മൾ സംസാരിച്ചില്ല. അതാണ് നമ്മൾ തിരിച്ചു വരുന്ന കാര്യം. തിരിച്ചു വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 3000 കിലോമീറ്ററാണ് നമുക്ക് നേപ്പാളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ളത്. അപ്പം ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത് നമുക്കൊരു 5 സ്റ്റേ ഒക്കെ എടുക്കാം, പതുക്കെ പോയാൽ മതി എന്നുള്ള മൂഡായിരുന്നു. പക്ഷേ നമ്മൾ ഒരൊറ്റ വിടലായിരുന്നു. ആദ്യത്തെ ദിവസം നമ്മൾ കാഠ്മണ്ഡുവിൽ നിന്ന് ഉച്ചയ്ക്കാണ് ഇറങ്ങുന്നത്. കാഠ്മണ്ഡുവിൽ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ഡ്രൈവ്, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്ന ഇനീഷ്യലി ആദ്യത്തെ ദിവസം ഞാനായിരുന്നു. ചേട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴി ഇനീഷ്യലി മോശമാണ് റോഡ്. നമ്മൾക്ക് ആദ്യത്തെ ദിവസത്തെ ഡ്രൈവാണ് ഏറ്റവും കുറച്ച് കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ നമ്മളൊരു 1000 കിലോമീറ്റർ കവർ ചെയ്തു. നേരെ കാഠ്മണ്ഡു ലാൻഡ് സ്ലൈഡൊക്കെ ഉള്ള റോഡായിരുന്നു, അതെല്ലാം കവർ ചെയ്തിട്ട് ബീഹാർ പിടിച്ചു. ബീഹാറിൽ നിന്ന് വാരണാസിയിൽ നിന്ന് നമ്മൾ ജബൽപൂർ എത്തിയിട്ടാണ് ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തത്. ഓൾമോസ്റ്റ് 1000 കിലോമീറ്റേഴ്സ് 1200 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ നിർത്തുന്ന സ്ഥലത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് ചാർജിങ് സ്റ്റേഷൻസ് കണ്ടുപിടിച്ച് ചാർജ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ജബൽപൂർ കഴിഞ്ഞ് ജബൽപൂരിൽ നിന്ന് നേരെ നാഗ്പൂരിൽ നിന്ന് ഹൈദരാബാദ് എത്തിയപ്പോഴേക്ക് നമ്മുടെ ഒരു ഏരിയ പോലെ നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ ഹൈദരാബാദിൽ നിന്ന് കൊച്ചി കിലോമീറ്റേഴ്സ് കൂടുതലാണ്, 1200-1100 കിലോമീറ്റേഴ്സ്. പക്ഷേ റോഡെല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട് ഒന്നും നോക്കാനില്ല, നമ്മളങ്ങ് ഡ്രൈവ് ചെയ്ത് എത്തി. പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ എനിക്കൊണ്ട് അങ്ങോട്ട് 12 ദിവസം, ഇങ്ങോട്ട് 3 ദിവസം അങ്ങോട്ട് പഠിച്ച്. എനിക്ക് ഇതൊരു റെക്കോർഡ് ഡ്രൈവാണ്, ഇതൊരു ചലഞ്ചായിട്ട് നമുക്ക് ടാറ്റ ആരെങ്കിലും തരുമായിരുന്നു നമ്മൾ 2 ദിവസം കൊണ്ട് പഠിച്ചാണ്. ഇത് നമ്മൾ 2 ദിവസം ഉറങ്ങിയിട്ടാണ് ഈ 3 ദിവസത്തിലെത്തിയത്. ഒരു 5-6 മണിക്കൂർ നമ്മളൊരു റൂം എടുത്തിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു, നമ്മൾ Airbnb എടുത്തിട്ട്. അതും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അതിലും കുറഞ്ഞ ഇതിൽ അടിക്കാൻ പറ്റിയാണ് ഈസി ആയിട്ട്. കാരണം ഒരാൾ ഓടിക്കുന്നു ഒരാൾ ഉറങ്ങുന്നു എന്നുള്ള രീതിയിൽ വെച്ചായിരുന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓടിച്ചെത്തായിരുന്നു. പക്ഷേ ഗപ്പൊന്നും കിട്ടാത്തതൊന്ന് നമ്മൾ പിന്നെ പതുകാങ്ങ് വന്നു, അത്രയേ ഉള്ളൂ. നമുക്കിങ്ങനെ ചാലഞ്ചസ് കൊണ്ടുവരല്ലേ ആൾക്കാർക്ക് വേണ്ടി, അത് കമ്മ്യൂണിറ്റി ഡ്രൈവ്സ് ഇത്രയും ദൂരം പരിപാടികളൊക്കെ മേ ബി ഇതൊക്കെ സത്യത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ ഒരാൾ ഡീസൽ കാറിൽ കവർ ചെയ്യുമ്പം ഒരാൾ 1000 കിലോമീറ്റർ നിർത്താണ്ടൊന്നും ഓടിക്കില്ല. അല്ലെങ്കിൽ അവൻ വല്ല അവാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ വല്ല കപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ അവൻ ഇടയ്ക്ക് നിർത്തും. ആ ഇടയ്ക്ക് നിർത്തുന്ന സമയത്ത് നമ്മൾ ചാർജ് ചെയ്താൽ മതി. ഇത് 100% ആക്കണമെന്നില്ല. 100% ആക്കുമ്പോഴാണ് ഈ ഒരു മണിക്കൂർ 10 മിനിറ്റൊക്കെ ചാർജിങ് ടൈം എടുക്കുന്നത്. നമ്മൾ 20 കൊണ്ട് കുത്തിയിട്ട് 80 ആക്കാൻ വേണ്ടി ഒരു 10-30 മിനിറ്റ് മതി, അതിൽ വിട്ടാൽ മതി. പിന്നെ ഓടിക്കുമ്പം കാല് അത്രയും ചവിട്ടി പൊളിക്കാണ്ട് ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ 100-90 എന്നുള്ള രീതി പിടിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എത്താം. ഹൈവേസിൽ നമ്മൾ നിർത്താണ്ട് ഓടിക്കുക, അത് തന്നെയാണ് ഏറ്റവും അതെ. നിർത്തി കഴിഞ്ഞാൽ അത്രയും സേഫറുമാണ്. പശുക്കളൊക്കെ കുറേ ഉണ്ട് റോഡിൽ, അതുകൊണ്ട് സൂക്ഷിക്കണം. അതൊക്കെ നോക്കിയിട്ട് ഓടിച്ചാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാനുള്ള എന്താ പറയുന്നത് സൗകര്യങ്ങളും മനസ്സും എല്ലാം ഉണ്ടാവട്ടെ. നമ്മുടെ ചാർജിങ് സ്റ്റേഷൻസ് എല്ലായിടത്തും വരട്ടെ. ലഡാക്കിലോട്ട് നമുക്ക് എത്തിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഗോയിസിയുടെ കൂടെ നിന്നതിനും ഗോയിസിയുടെ ട്രിപ്പ് എത്തില്ല ഇത്രയും നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഇത്രയും ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു മൈൻഡോടെയൊക്കെ ഏറ്റെടുത്തതിനൊക്കെ സോ മച്ച് താങ്ക്സ് ഫ്രം ഗോയിസി. ആൻഡ് നമ്മൾ നേപ്പാളിൽ നമ്മുടെ ഗോയിസി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കൂടെ യാത്ര ചെയ്ത 2 പേരും ഒരാൾ തിരിച്ചു വന്നു, പിന്നെയും അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാനുള്ള പരിപാടികളിലേക്ക് പോവുകയാണ്. നമ്മൾ സൗത്ത് ഇന്ത്യയിലും എക്സ്പാൻഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ചലഞ്ചസ്, ഇങ്ങനെയുള്ള EV കൊണ്ട് ചാർജിങ് സ്റ്റേഷൻ കൊണ്ടും നമുക്ക് എത്താവുന്ന ദൂരങ്ങൾ, അല്ലെങ്കിൽ ഈ മൊബിലിറ്റിയെ, യാത്രയെ, ട്രാൻസ്പോർട്ടേഷനെ റീഡിഫൈൻ ചെയ്യുന്ന പരിപാടികൾ നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതാണ്. എല്ലാവരുടെ സഹകരണവും എല്ലാവരുടെ സ്നേഹവും പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് യാസിൻ. താങ്ക് യു.